പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനമുണ്ട് ഇന്ന് എല്ലായിടത്തും. അതായത് കോൺഗ്രസ്സിന് BJPയെ തോൽപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് നാളായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJP അനുകൂല നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. കാരണം ഒരു ന്യൂനപക്ഷ വികാരം ഉണർത്തുന്നതിന് വേണ്ടി പാർലമെൻറ്റ് കാലത്ത് ശ്രമിച്ചു. അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഡൽഹിയിൽ AAPക്കെതിരായി മത്സരിച്ചു എന്നുള്ളതാണ്. AAP ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞങ്ങൾ അവരുമായി ഒരുമിച്ച് മത്സരിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. AAP മത്സരിക്കാൻ തയ്യാറായില്ല. അവർക്ക് അലയൻസ് വേണ്ട, അവർ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ള നിലപാടെടുത്തു. ഞങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ മത്സരിക്കാതിരിക്കണം ഡൽഹിയിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി അവിടെ മത്സരിച്ചല്ലോ, ആകെ 0.4% കിട്ടിയുള്ളൂ. ഇവർ മത്സരിച്ചില്ലെങ്കിൽ ആ 0.4% വോട്ട് കൂടി ആം ആദ്മിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നല്ലോ. ഇവർ മത്സരിച്ച് എന്നിട്ട് കോൺഗ്രസ് മത്സരിച്ചതിനെ കുറ്റപ്പെടുത്തുക. എന്തൊരു ഇരട്ടത്താപ്പാണിത്. AAPക്കെതിരായിട്ട് കോൺഗ്രസ് മത്സരിച്ചു, അതുകൊണ്ട് അവിടെ BJP ജയിച്ചു എന്നാണ് പറയുന്നത്. ഇവരും മത്സരിച്ചു, ആൾ കുറവാണെങ്കിൽ ഇവരും മത്സരിച്ചു, അവിടെ അന്ന് ഇവർക്ക് മത്സരിക്കാതിരിക്കാൻ പാടില്ലേ. ഇനി കർണാടകത്തിൽ ഞങ്ങളും BJPയുമായി ഏറ്റുമുട്ടുമ്പോൾ CPM മത്സരിച്ചല്ലോ. ആ CPM സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് അവിടെ പോയതാരാ? ഈ മുഖ്യമന്ത്രി പോയി. അപ്പോൾ അവിടെ കോൺഗ്രസ് തോറ്റോട്ടെ, അവിടെ BJP വന്നാലും കുഴപ്പമില്ല എന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു. RSSൻ്റെയും BJPയുടെയും പിന്തുണയോടുകൂടി MLA ആയി അസംബ്ലിയിൽ വന്ന ആളാണ് അദ്ദേഹം. ഇപ്പോഴല്ല, നേരത്തെ. അവർ 77 ഒരുമിച്ചല്ലേ മത്സരിച്ചത്. 89 അവർ തമ്മിൽ ധാരണ ഉണ്ടായിരുന്നില്ലേ? അത് പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയിട്ട് പുതിയ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുക. കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ BJPയെ അതിശക്തമായി നേരിടുന്നത്. സംഘപരിവാറുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള മുന്നോട്ട് പോകുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. എവിടെയാണ് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? ഞങ്ങളുടെ നേതാവല്ലേ രാഹുൽ ഗാന്ധി. എവിടെയാണ് അദ്ദേഹം BJPയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് കോൺഗ്രസ് BJPയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? BJPയുമായി കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്, സംഘപരിവാറുമായി സെറ്റിൽ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ്റെ പാർട്ടിയാണ്, CPM ആണ്. ഇപ്പം എന്താ പറയുന്നത്? ഫാസിസ്റ്റ് പാർട്ടിയല്ല BJP. പുതിയ കണ്ടുപിടുത്തമാണ് CPMൻ്റെ. ഇന്ത്യയിലെ മുഴുവൻ BJP ഇതര കക്ഷികളും നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ്, BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന ഉറച്ച നിലപാടെടുക്കുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന നിലപാടെടുക്കുന്ന BJP ഇതര ഏക പാർട്ടി CPM ആണ്. നവഫാസിസ്റ്റ് പോലും അല്ല, ആകാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ. പുതിയ കണ്ടുപിടുത്തോ. സീതാറാം യെച്ചൂരി അതല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സീതാറാം യെച്ചൂരിയുടെ എത്രയോ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരി ഇത് ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്ന അതിശക്തമായ നിലപാടാണ് യെച്ചൂരി എടുത്തിരുന്നത്. യെച്ചൂരി മരിച്ചു കഴിഞ്ഞപ്പോൾ യെച്ചൂരി എടുത്തിരുന്ന നിലപാട് യെച്ചൂരിയുടെ വ്യക്തിപരമായ നിലപാടായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി എടുക്കുന്നത് പാർട്ടിയുടെ നിലപാടല്ലേ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി എടുത്ത നിലപാട്, അദ്ദേഹം എടുത്ത നിലപാടിനെ തള്ളി പറയുന്നതിനാണ് ന്യായീകരണം മുഖ്യമന്ത്രി പറയേണ്ടത്. സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ, സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ. ഇത് BJP ഫാസിസ്റ്റ് പാർട്ടി അല്ല, ഈ സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന നിലപാട് CPM എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരിക. എന്നാലോചിച്ച് നോക്കിയേ. അല്ല, ലീഗ് വിരുദ്ധ പരാമർശങ്ങളാണ് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും അദ്ദേഹം പറഞ്ഞിരുന്നത്. ലീഗ് വിരുദ്ധ, ലീഗ് SDPIയെയും അതുപോലെ എന്താണ് ജമായത്ത് ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിട്ടാണ് ലീഗ് നിൽക്കുന്നതെന്നുള്ള ആരോപണം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നതല്ലേ. പാർലമെൻറ്റ് വരെ ലീഗിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ലീഗ് അതിശക്തമായ നിലപാടെടുത്ത്. എന്താ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്? UDFൻ്റെ കൂടെ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFിൽ പോകാൻ ഒരു കാരണം പോലും ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത. അപ്പോഴാണ് കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമല്ലോ, അപ്പോഴാണ് വർഗീയത ആരോപിച്ചത് ഈ ലീഗിൻ്റെ മീത്. കുറേ പുറകെ നടന്ന് കിട്ടാതായപ്പോൾ ചാടിയിട്ടും മുന്തിരിങ്ങ കിട്ടാതായപ്പോഴാണ് മുന്തിരിങ്ങയ്ക്ക് പുളിയാണെന്ന് പറഞ്ഞത്. അല്ല, അത് പറഞ്ഞോട്ടെ, അതൊന്നും പറഞ്ഞാൽ വീഴുന്നവരല്ലല്ലോ അവർ. അവർക്കറിയാമല്ലോ അവർക്കെതിരായിട്ടുള്ള അവർ വർഗീയത ആളിക്കത്തിക്കുകയാണ് എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത്. അത് ഈ ഭൂരിപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് CPM ചെയ്യുന്നതാണ്. അത് തിരിച്ചറിയാനും ഉള്ള ബോധ്യം ലീഗിനുണ്ട്. അവരതിനുള്ള ശക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആരാണ്?
ഇപ്പോൾ അങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഒരു നോട്ടീസ് വന്നല്ലോ, ഒരു വാർത്ത വന്നല്ലോ, അവർക്കെതിരായിട്ട് AICC നോട്ടീസ് കൊടുക്കുക. അങ്ങനെ ഒരു റിപ്പോർട്ടില്ലല്ലോ, സുനിൽ കനകോലുവിൻ്റെ ഒരു റിപ്പോർട്ടില്ലല്ലോ, ഞങ്ങൾ ഒരു സർവേ നടത്തിയിട്ടില്ലല്ലോ കേരളത്തിൽ. ആകെ ഒരു സർവേയാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്നിരിക്കുന്നത്. അത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് 42% വോട്ടും CPM-ന് 30% വോട്ടുമാണ്. ഞങ്ങൾക്ക് 110 സീറ്റ് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ആകെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്ന ഏക സർവേയാണ്. ഇതൊരു ഇംഗ്ലീഷ് പത്രം തട്ടിപ്പ് ഫേക്കായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതിനെതിരായിട്ട് AICC ലീഗൽ നടപടികൾ എടുക്കുകയാണ് അവർക്കെതിരായിട്ട്. AICC പറഞ്ഞ് AICCയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു റിപ്പോർട്ടുണ്ടാക്കി ഒരു ഇംഗ്ലീഷ് പത്രം കാണിച്ചിരിക്കുന്ന കാപഢ്യമാണ് CPM-നെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന. ഒരു കനകോല് റിപ്പോർട്ടും ഇവിടെ ഇല്ല. അത് ഞങ്ങൾ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയല്ലോ, ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആ സ്ഥാപനത്തിനെതിരായി, ഈ ഫേക്ക് ന്യൂസിനെതിരായിട്ട്. ഞങ്ങൾ ഈ ഇന്ത്യ ടുഡേയുടെ സർവേ പോലും ഞങ്ങൾ ആഘോഷിച്ചില്ല. ഞാനൊന്നും എൻ്റെ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല. എന്താ കാരണം? അല്ല, അത് ഒരു സർവേയാണ്, അവരുടെ റിപ്പോർട്ടാണ്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ 100 സീറ്റിലധികം ത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും. കഠിനാധ്വാനം ചെയ്ത്, കണ്ടീഷനിലാണ്. കഠിനാധ്വാനം ചെയ്താൽ നല്ല വിജയം ഉണ്ടാവുള്ളൂ. ആ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ 100 സീറ്റിനധികം അധികാരത്തിൽ വരും. അതാണ് UDF-ൻ്റെ കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനവും ഞങ്ങളുടെ ആത്മവിശ്വാസവും അതുതന്നെയാണ്. ഞങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പറയും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യത്തിനും കൃത്യമായ വ്യക്തതയുണ്ട്. ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും ചെയ്യും, ഇവരുടെ ജനവിരുദ്ധ നിലപാടുകളെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം അപ്പോൾ ഒരു ചോദ്യം വരും, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നതിൻ്റെ ഓൾട്ടർനേറ്റീവ് കൂടി ഞങ്ങൾ പറയും. കേരളം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് പലരും, നിങ്ങൾ വന്നാലോ? ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട്, ഞങ്ങൾ അത് പറയും ജനങ്ങളോട്. അത് വരും ഉറപ്പായിട്ടും.